നമസ്കാരം, എല്ലാവർക്കും PSC Proയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രക്തകഥകളാണ്. രക്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ടോപ്പിക്കാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം. എന്താണ് രക്തം? ദ്രവ്യരൂപത്തിലുള്ള ഒരു കോശ സമൂഹം അഥവാ കലയാണ് രക്തം എന്ന് പറയുന്നത്. അരുണ രക്താണുക്കളും ശ്വേതരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒരാളുടെ ശരീരത്തിൽ ശരാശരി 5 മുതൽ 6 ലിറ്റർ വരെ രക്തമുണ്ടാകും. നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഏകദേശം 8% രക്തത്തിൻ്റേതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, അതുപോലെ പ്ലേറ്റ്ലെറ്റുകൾ. അതുപോലെ ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തമുണ്ടാകാം? 5 മുതൽ 6 ലിറ്റർ വരെ രക്തമുണ്ടാകാം. അത് ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ്? 8% രക്തമാണ്. ഇനി രക്തത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? രക്തത്തിൻ്റെ ധർമ്മങ്ങൾ: ഓക്സിജൻ്റെ സംവഹനം. പ്രധാനപ്പെട്ട രക്തത്തിൻ്റെ ധർമ്മമാണ് ഓക്സിജൻ്റെ സംവഹനം. ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിൽ എത്തുന്ന വായുവിലെ ഓക്സിജനെ ശരീരത്തിലെ വിവിധ കോശങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ശ്വസനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. അടുത്ത പോയിന്റ്, ശരീരത്തിലെ താപനില കൃത്യമായി നിലനിർത്തുന്നു. അടുത്ത പോയിന്റ്, കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ളവയെ ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. അപ്പോൾ അടുത്ത പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന വിസർജ്യമായ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. പുറന്തള്ളാനായി തിരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുന്നതും രക്തമാണ്. മറ്റു വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നതിനായി വൃക്കയിലാണ് കൊണ്ടുവരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ശരീരത്തിലുള്ള ദ്രാവകങ്ങളുടെ pH നിലനിർത്തുന്നു. സാധാരണ രക്തത്തിൻ്റെ pH എന്ന് പറയുന്നത് 7.35 മുതൽ 7.45 വരെയാണ്. അപ്പോൾ ശരീരത്തിലുള്ള ദ്രാവകങ്ങളുടെ pH നിലനിർത്തുന്നതിൽ രക്തത്തിന് പ്രധാന പങ്കുണ്ട്. ഹോർമോണുകളെയും എൻസൈമുകളെയും നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. അതുപോലെ ഭക്ഷണത്തിലെ വിവിധ പോഷക ഘടകങ്ങളെ കോശങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. ശ്വേതരക്താണുക്കൾ ശരീരത്തിന് പുറത്തുനിന്നും വരുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ആൻറ്റിബോഡികൾ നിർമ്മിച്ച് രോഗപ്രതിരോധവും രോഗനിർമ്മാർജ്ജനവും സാധ്യമാക്കുന്നതും പ്ലാസ്മയിലെ ഗ്ലോബുലിനാണ്. അപ്പോൾ ആൻറ്റിബോഡികൾ നിർമ്മിച്ച് രോഗപ്രതിരോധം, രോഗനിർമ്മാർജ്ജനം ഇതൊക്കെ സാധ്യമാക്കുന്നത് രക്തത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രക്തത്തിലെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഓക്സിജൻ്റെ സംവഹനമാണ്. അതുപോലെ ശരീര താപനില കൃത്യമായി നിലനിർത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ശരീരത്തിനുള്ളിലെ ദ്രാവകങ്ങളുടെ pH നിലനിർത്തുന്നു. രക്തത്തിൻ്റെ pH 7.35 മുതൽ 7.45 വരെയാണ്. ഹോർമോണുകളെയും എൻസൈമുകളെയും നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു. ഭക്ഷണത്തിലെ വിവിധ പോഷകങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ശ്വേതരക്താണുക്കളാണെങ്കിൽ ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ആൻറ്റിബോഡികൾ നിർമ്മിച്ച് രോഗപ്രതിരോധവും രോഗനിർമ്മാർജ്ജനവും സാധ്യമാക്കുന്നു. ഇതൊക്കെയാണ് രക്തത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഇനി 3 തരം രക്തകോശങ്ങളാണുള്ളത്. ഒന്നാമത്താണ് അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കളുടെ പ്രത്യേകത എന്താണ്? രക്തത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. പുരുഷനിൽ 1 ഘന മില്ലിമീറ്റർ രക്തത്തിൽ ശരാശരി 55 ലക്ഷവും സ്ത്രീകളിൽ 50 ലക്ഷവും അരുണ രക്താണുക്കളുണ്ട്. 120 ദിവസമാണ് അരുണ രക്താണുക്കളുടെ ആയുസ്. അരുണ രക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കളാണ്. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വഹിച്ചു കൊണ്ടുപോകുന്നു. ഹീമോഗ്ലോബിൻ്റെ കൂടിയ അളവാണ് ചുവപ്പ് നിറത്തിന് കാരണം. അരുണ രക്താണുക്കളുടെ ചുവപ്പ് നിറത്തിന് കാരണം ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യമാണ്, കൂടിയ സാന്നിധ്യമാണ്. ഹീമോഗ്ലോബിൻ ഇരുമ്പും ഗ്ലോബിനും അടങ്ങിയതാണ്. 100 മില്ലി രക്തത്തിൽ ഏകദേശം 15 ഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ട്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ആണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത്. അടുത്ത ശ്വേതരക്താണുക്കളാണ്. ശരീരത്തെ രോഗാണുക്കളിൽ നിന്നും അന്യവസ്തുക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ധർമ്മമാണ് ശ്വേതരക്താണുക്കൾ നിറവേറ്റുന്നത്.
അപ്പോൾ ശരീരത്തെ രോഗാണുക്കളിൽ നിന്നും അന്യവസ്തുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നത് ആരാണ്? ശ്വേതരക്താണുക്കളാണ്. ഇവയ്ക്ക് നിറമില്ല. അരുണരക്താണുക്കളുടെ നിറം ചുവപ്പാണ്, ശ്വേതരക്താണുക്കൾക്ക് നിറമില്ല. 1 ക്യൂബിക് മില്ലി ലിറ്റർ രക്തത്തിൽ 5000 മുതൽ 8000 വരെ ശ്വേതരക്താണുക്കളാണ് ഉണ്ടാകുക. ഗ്രാനൂളുകൾ ഉള്ളവ, ഗ്രാനൂളുകൾ ഇല്ലാത്തവ എന്നിങ്ങനെ ശ്വേതരക്താണുക്കളെ 2ആയി തരംതിരിക്കുക. പോളിമോർഫുകൾ, ബേസോഫിലുകൾ, ഈസിനോഫിലുകൾ എന്നിവ ഗ്രാനൂൾ ഉള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ്. മോണോസൈറ്റുകളും ലിംഫോസൈറ്റുകളും ഗ്രാനൂൾ ഇല്ലാത്തവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? മോണോസൈറ്റും ലിംഫോസൈറ്റും ഗ്രാനൂൾ ഇല്ലാത്തവയ്ക്ക് ഉദാഹരണമാണ്. പോളിമോർഫുകൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ നിർണായക പങ്ക് വഹിക്കുന്നു. പോളിമോർഫുകളാണ് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള നിർണായക പങ്ക് വഹിക്കുന്നത്. അടുത്തത് പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകളുടെ പ്രധാന ധർമ്മം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക എന്നതാണ്. 1 മില്ലി ലിറ്റർ രക്തത്തിൽ 2,00,000-ഓളം പ്ലേറ്റ്ലെറ്റുകൾ കാണും. 1 ഘന മില്ലി ലിറ്റർ രക്തത്തിൽ 2,50,000 മുതൽ 3,50,000 വരെ പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടായിരിക്കും. രക്തം കട്ടപിടിക്കാൻ ഇവ സഹായിക്കുന്നു. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ അമിതമായ രക്തസ്രാവം ഉണ്ടാകും. ഹൃദയധമനികളിൽ ഇവ വലിയ തോതിൽ അടിഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടാകും. അപ്പോൾ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നത് മൂലമുണ്ടാകുന്നത് എന്താണ്? അമിതമായ രക്തസ്രാവമാണ്. അടുത്തത് രക്തദാന ദിനങ്ങളാണ്. ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിക്കുന്നത്. A-B-O രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനമാണ് ജൂൺ 14. ഗീവ് ബ്ലഡ്, ഗീവ് പ്ലാസ്മ, ഷെയർ ലൈഫ്, ഷെയർ ഓഫ് ഫണ്ട് എന്നതാണ് 2023 ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയം. അപ്പോൾ 2023 ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഗീവ് ബ്ലഡ്, ഗീവ് പ്ലാസ്മ, ഷെയർ ലൈഫ്, ഷെയർ ഓഫ് ഫണ്ട്. ഇന്ത്യയിൽ ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. ഇന്ത്യയിലെ ദേശീയ രക്തദാന ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 1. അടുത്തത് രക്തത്തിലെ ഘടകങ്ങൾ. രക്തകോശങ്ങൾ, പ്ലാസ്മ പ്രോട്ടീനുകൾ എന്നീ ഘടകങ്ങളാണ് പൊതുവായി രക്തത്തിൽ ഉള്ളത്. പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഘടകം വെള്ളമാണ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്ലാസ്മയിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ്. 92% വരെ വെള്ളമാണ്. പ്ലാസ്മ പ്രോട്ടീൻ്റെ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്നാമത് ആൽബുമിൻ. രക്തത്തിലെ ജലാംശത്തെ ധമനികളിലും സിരകളിലും നിലനിർത്തുന്നത് ആൽബുമിനാണ്. രക്തത്തിന് രക്തക്കുഴലിനുള്ളിൽ നിലനിൽക്കാനുള്ള ഓസ്മോട്ടിക് പ്രഷർ നൽകുന്നത് ആൽബുമിനാണ്. അടുത്തത് ഗ്ലോബുലിൻ. ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നതാണ് ഗ്ലോബുലിൻ്റെ മുഖ്യധർമ്മം. അപ്പോൾ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നത് ആരാണ്? ഗ്ലോബുലിനാണ്. അടുത്തത് ഫൈബ്രിനോജൻ. ഏറ്റവും വലിപ്പം കൂടിയ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഏറ്റവും വലിപ്പം കൂടിയ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനാണ്. അടുത്തത് രക്തദാനത്തിൻ്റെ പ്രാധാന്യം. 45 കിലോഗ്രാമിന് മുകളിൽ തൂക്കമുള്ള രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5 ഗ്രാമിൽ കൂടുതലുള്ള 18-നും 60-നും മധ്യേ പ്രായമുള്ള എല്ലാവർക്കും രക്തദാനം ചെയ്യാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ശരാശരി 5 മുതൽ 6 ലിറ്റർ വരെ രക്തമുണ്ട്. അതായത് 70 ml/kg. ഇതിൽ 1 കിലോഗ്രാമിന് 50 മില്ലി ലിറ്റർ എന്ന തോതിലുള്ള രക്തമേ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് വേണ്ടിവരുന്നുള്ളൂ. ബാക്കിയുള്ള രക്തം ശരീരത്തിൽ അധികമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതാണ് ദാനം ചെയ്യുന്നത്. നമ്മൾ നൽകുന്ന ഓരോ യൂണിറ്റ് രക്തത്തെയും ചുവന്ന രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ തുടങ്ങിയ ഭാഗങ്ങളായി വേർതിരിക്കാൻ സാധിക്കും. എന്നിട്ടത് ഓരോന്നും ആവശ്യമുള്ള രോഗികൾക്ക് നൽകും. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്യുന്നത് വഴി 4 പേരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയും. രക്തം കട്ടപിടിക്കൽ, ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് കൊയാഗുലേഷൻ, ത്രോംബോജനസിസ് എന്നീ പേരുകളിലെല്ലാം ഇതറിയപ്പെടുന്നു. പ്ലേറ്റ്ലെറ്റ് കോശങ്ങൾ ഉണ്ടാക്കുന്ന രക്തപ്രവാഹ തടസ്സം അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് രൂപപ്പെടുന്നത് വഴിയും രക്തം കട്ടപിടിക്കൽ പ്രക്രിയ വഴി രക്തക്കട്ട രൂപപ്പെട്ട് ആ മുറിവ് അടഞ്ഞു പോകുകയും പുതുതായിട്ട് രൂപപ്പെട്ട രക്തക്കട്ടയിലേക്ക് ചുറ്റുപാടുമുള്ള ഫൈബ്രസ് കലകൾ വളർന്ന് മുറിവ് സ്ഥിരമായിട്ട് അടയുകയും ചെയ്യുന്നു. ആ വഴി നമുക്ക് രക്തനഷ്ടം തടയാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ക്രോസ് മാച്ചിങ്? രക്തം നൽകുമ്പോൾ ഗ്രൂപ്പ് മാറിപ്പോയാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും അല്ലേ?
കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനത്തെ ഇത് ദോഷകരമായി ബാധിക്കാം. അതുകൊണ്ട് ചേരുന്ന രക്തം തന്നെയാണോ നൽകുന്നതെന്ന് അറിയാൻ നടത്തുന്ന പരിശോധനയാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത്. സ്വീകർത്താവിൻ്റെയും ദാതാവിൻ്റെയും രക്തം കലർത്തി കട്ട കൂടുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത്. അടുത്തത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഹൃദയം ഒരു തവണ മിടിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം പമ്പ് ചെയ്യുന്നു. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ഹൃദയം മിനിറ്റിന് ശരാശരി 70 മുതൽ 72 തവണ മിടിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഹൃദയം പമ്പ് ചെയ്യുന്നത് ഏകദേശം 5 ലിറ്റർ രക്തമാണ്. രക്തവാഹിനികൾക്ക് ഏതാണ്ട് 100,000 കിലോമീറ്ററിനടുത്ത് നീളം വരും. ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള നീളമാണിത്. അടുത്തെന്താണ്? ഹീമോഫോബിയ. രക്തത്തോടുള്ള അമിതമായ ഭയത്തെയാണ് ഹീമോഫോബിയ എന്ന് പറയുന്നത്. രക്തത്തോടുള്ള ഭയമാണ് ഹീമോഫോബിയ. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹീമറ്റോളജി എന്നാണ്. അടുത്ത് രക്തചരിത്രം. 1901 കാർൽ ലാൻഡ്സ്റ്റൈനർ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടെത്തി. അപ്പോൾ ABO എന്നീ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാർൽ ലാൻഡ്സ്റ്റൈനറാണ്. അത് 1901 ദെൻ 1914 A. ഹസ്റ്റിൻ, C. അഗോട്ടെ എന്നിവർ രക്തത്തിലെ അരുണരക്താണുക്കൾ അഥവാ RBC സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കാവുന്ന സിട്രേറ്റ് ആൻറ്റികോയാഗുലേഷൻ കണ്ടെത്തി. അപ്പോൾ സിട്രേറ്റ് കണ്ടെത്തുന്നത്, അരുണരക്താണുക്കൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നതാണ് സിട്രേറ്റ്. അത് കണ്ടെത്തിയത് ആരാണ്? A. ഹസ്റ്റിൻ, C. അഗോട്ടെ എന്നിവർ ചേർന്നിട്ടാണ്. അടുത്തത് 1937 മാർച്ച് 15 ലോകത്തെ ആദ്യ ബ്ലഡ് ബാങ്ക് ഡോക്ടർ ബെർണാഡിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. അപ്പോൾ ബ്ലഡ് ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ ബെർണാഡാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ബ്ലഡ് ബാങ്ക് സ്ഥാപിതമാകുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ ബ്ലഡ് ബാങ്കാണ്. ഷിക്കാഗോയിലാണ് അത് സ്ഥാപിതമായത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് രക്തത്തെക്കുറിച്ചാണ്. രക്തത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ആവശ്യമുള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും കമൻസ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.